സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തും. ഈ സിനിമ സിനിദൂതിന് ഒരു ശരാശരി അനുഭവമാണ് നൽകിയത്. നമുക്കെപ്പോഴും കുറ്റാന്വേഷണ സിനിമകളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടാകാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അത്? ചെറുപ്പത്തിലെ കള്ളനും പോലീസും കളിയിൽ നമുക്കെപ്പോഴും പോലീസ് ആകാനല്ലേ ഇഷ്ടം? കള്ളനെ കണ്ടെത്താനുള്ള അന്വേഷണത്വര അപ്പോഴേ നമ്മുടെ ഉള്ളിലുണ്ട്. വളർന്നു കഴിഞ്ഞ് പോലീസ് ആകാൻ കഴിയാതെ വരുമ്പോൾ പിന്നീട് നമ്മുടെ ഉള്ളിലെ ആ പോലീസുകാരൻ സിനിമയിലെ ബുദ്ധിയും കഴിവുമുള്ള നായകനൊപ്പം ചേരും. മനസ്സ് അവരുടെ അന്വേഷണത്തോടൊപ്പം സഞ്ചരിക്കും. അവിടെ നമ്മൾ വിജയിക്കണം, നമ്മുടെ നായകൻ വിജയിക്കണം. എന്നാൽ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ നായകൻ്റെ ഒരു വിജയകഥയല്ല. അത് യഥാർത്ഥ പോലീസ് ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ്. മേജർ രവിയുടെ മിഷൻ 90 ഡേയ്സിനെയും റോഷൻ ആൻഡ്രൂസിൻ്റെ സല്യൂട്ടിനെയും പോലെ കുറ്റാന്വേഷണ സിനിമകളിൽ നായകൻ വിജയിക്കാത്ത സിനിമകളെ അംഗീകരിക്കാൻ മലയാളികൾക്കുള്ള ബുദ്ധിമുട്ട് ഈ സിനിമയിലും പ്രേക്ഷകനുണ്ടാകാൻ സാധ്യതയുണ്ട്. ജിനു വി എബ്രഹാം ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഒരു വെടിക്ക് 2 പക്ഷി എന്ന തരത്തിലാണ്. അതായത് ഒരു സിനിമയ്ക്കുള്ളിൽ 2 കഥ, ഒരു പോലീസ് ഓഫീസർ അന്വേഷിക്കുന്ന 2 കഥകൾ. ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റുകളോ ബ്രില്യൻസോ ഇല്ലാത്ത ഈ സിനിമ പതിഞ്ഞ താളത്തിലാണ് ഡാർവിൻ കുര്യാക്കോസ് ഒരുക്കിയിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിച്ച ഗൗതം ശങ്കറും സംഗീതം ഒരുക്കിയ സന്തോഷ് നാരായണനും സംവിധായകന്റെ ചൊൽപ്പടിക്ക് നിന്നിട്ടുണ്ട്. ഒരു ബഹളവും വിപ്ലവവും ഇല്ലാതെ സമാധാനപരമായി 2 പേരും അവരവരുടെ ജോലികൾ പൂർത്തിയാക്കി. എന്നാൽ അവരുടെ കൂട്ടത്തിൽ നന്നായി പണിയെടുത്തത് ആർട്ട് വിഭാഗമാണ്. ഇനി അഭിനയത്തിലേക്ക് വന്നാൽ, ഈ സിനിമയിലെ അഭിനേതാക്കൾക്ക് ആർക്കും തന്നെ ചലഞ്ചിങ് ആയ കഥാപാത്രങ്ങളായിരുന്നില്ല. എന്നിരുന്നാലും വെട്ടുകിളി പ്രകാശ്, അദ്ദേഹത്തെ മലയാള സിനിമ നന്നായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അസാധ്യ നടനാണ് അയാൾ. കൂടുതലായി ഒന്നും പറയാനില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തും എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഒരു പൂർണ്ണത ഫീൽ ചെയ്തേക്കില്ല. നന്ദി.